നിങ്ങൾക്ക് ധനികനാകണോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ഉടൻ തന്നെ അതെ എന്നായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ല എന്ന് പറയും. ഇവിടെ നിന്നാണ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ തുടക്കം. ഹൗ ടു ഗെറ്റ് റിച്ച് എന്ന ഈ പുസ്തകം നിങ്ങളുടെ തലച്ചോറിനെ നേരിട്ട് പ്രഹരിക്കുന്ന ഒന്നാണ്. ഈ പുസ്തകം മധുരവാക്കുകൾ പറയുന്നില്ല. ഈ പുസ്തകം സ്വപ്നങ്ങൾ വിൽക്കാൻ വന്നതുമല്ല. ഇതൊരു കൈപ്പേറിയ സത്യം നിങ്ങളോട് പറയാൻ വന്നതാണ്. അതെന്തെന്നാൽ വെറുമൊരു ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രം ആരും യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നില്ല. പെട്ടെന്ന് പണക്കാരാകാൻ സ്വപ്നം കാണുന്നവർക്കുള്ളതല്ല ഈ പുസ്തകമെന്ന് ആദ്യ പേജിൽ തന്നെ രചയിതാവ് ഫെലിക്സ് ഡെന്നീസ് വ്യക്തമാക്കുന്നു. നീണ്ട പോരാട്ടങ്ങൾക്ക് തയ്യാറുള്ളവർക്കും തങ്ങളുടെ വിശ്രമം ഉപേക്ഷിക്കാൻ കഴിയുന്നവർക്കും റിസ്ക് എടുക്കാൻ ധൈര്യമുള്ളവർക്കും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. ഫെലിക്സ് ഡെന്നീസ് 0 നിന്ന് കോടികൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു, ഒരുപാട് നഷ്ടപ്പെടുത്തി, വീണ്ടും എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ടുതന്നെ ഇതൊരു അധ്യാപകന്റെ തിയറിയല്ല, കളിക്കളം ഉള്ളിൽ നിന്ന് കണ്ട ഒരു മനുഷ്യന്റെ കഥയാണിത്. സമ്പന്നനാകാൻ എല്ലാവരും സ്വപ്നം കാണുന്നു, എന്നാൽ അതിനുള്ള വില നൽകാൻ ചുരുക്കം ചിലർ മാത്രമേ തയ്യാറാകുന്നുള്ളൂ എന്നതാണ് ഈ പുസ്തകത്തിലെ ആദ്യത്തെ വലിയ പാഠം. ആളുകൾക്ക് സമ്പന്നരാകണം, എന്നാൽ കൂടുതൽ നേരം ജോലി ചെയ്യാൻ മടിയാണ്. സമ്പന്നരാകണം, എന്നാൽ റിസ്ക് എടുക്കാൻ ഭയമാണ്. പണക്കാരാകണം, എന്നാൽ പരാജയങ്ങളെ പേടിയാണ്. ഈ ഭയമാണ് അവരെ ജീവിതകാലം മുഴുവൻ സാധാരണക്കാരായി നിലനിർത്തുന്നത്. നിങ്ങൾ സുരക്ഷിതത്വം അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ പുസ്തകം അടച്ചുവെക്കാൻ ഫെലിക്സ് വ്യക്തമായി പറയുന്നു. കാരണം സുരക്ഷിതത്വവും സമ്പത്തും ഒരുമിച്ച് പോകില്ല. എവിടെ സുരക്ഷിതത്വമുണ്ടോ അവിടെ വളർച്ച മരിക്കുന്നു. എവിടെ വളർച്ചയുണ്ടോ അവിടെ തീർച്ചയായും ഭയമുണ്ടാകും. ഒരു ജോലി നിങ്ങൾക്ക് പണം നൽകിയേക്കാം, വിശ്രമം നൽകിയേക്കാം, ബഹുമാനം നൽകിയേക്കാം, പക്ഷെ ഒരിക്കലും സ്വാതന്ത്ര്യം നൽകില്ല എന്ന് രചയിതാവ് പറയുന്നു. ജോലിയിൽ നിങ്ങളുടെ വരുമാനത്തിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ ശമ്പളം മറ്റൊരാളുടെ കൈകളിലാണ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതാണ്. കഠിനാധ്വാനം ചെയ്യുമ്പോഴല്ല നിങ്ങൾ സമ്പന്നനാകുന്നത്. നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ സമ്പന്നനാകുന്നത്. ഒരു മുതലാളിയെപ്പോലെ ചിന്തിക്കുന്നവന് മാത്രമേ അത്തരമൊരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയൂ. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തം നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന, സ്വന്തം ലാഭത്തിൽ പൂർണ്ണ അവകാശമുള്ള ഒരു മുതലാളിയാകുന്നവനാണ് യഥാർത്ഥ സമ്പന്നനാകുന്നതെന്ന് ഫെലിക്സ് ഡെന്നീസ് പറയുന്നു. ജീവിതത്തിൽ വളരെ ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരുമായ ആയിരക്കണക്കിന് ആളുകളെ താൻ കണ്ടിട്ടുണ്ടെന്ന് പുസ്തകത്തിൽ ഒരിടത്ത് രചയിതാവ് പറയുന്നു. എന്നാൽ അവരിൽ മിക്കവർക്കും സമ്പന്നരാകാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ഒരു കാര്യത്തിന്റെ കുറവുണ്ടായിരുന്നു. അതായിരുന്നു വിശപ്പ്. വിശപ്പ് എന്നാൽ ഭക്ഷണത്തോടുള്ള വിശപ്പല്ല, ഉള്ളിലെ തീ എന്നാണ് വിശപ്പ് അർത്ഥമാക്കുന്നത്. എന്തെങ്കിലും ചെയ്തു കാണിക്കണമെന്ന വാശി, വിശ്രമത്തോടുള്ള വെറുപ്പ്, ശരാശരി ജീവിതത്തോടുള്ള ദേഷ്യം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നില്ലെങ്കിൽ, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകില്ല എന്ന് ഫെലിക്സ് പറയുന്നു. കാരണം അസ്വസ്ഥതകളിൽ നിന്നാണ് സമ്പത്തുണ്ടാകുന്നത്. പണം ഒരിക്കലും സ്വയം ആരുടെയും അടുത്തേക്ക് വരില്ലെന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുടെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവരുടെ, ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുള്ളവരുടെ അടുത്തേക്ക് മാത്രമാണ് പണം പോകുന്നത്. സമ്പന്നനാകാൻ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് രചയിതാവ് വ്യക്തമാക്കുന്നു. മിക്ക ആളുകളും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുക, യാതൊരു ഉറപ്പുമില്ലാതെ അധ്വാനിക്കുക, പ്രശംസകളില്ലാതെ മുന്നോട്ടു പോകുക. പുസ്തകത്തിന്റെ ഈ ഭാഗം വളരെ കൈപ്പേറിയതാണെങ്കിലും വളരെ സത്യമാണ്. നിങ്ങൾക്ക് പ്രശംസ വേണമെങ്കിൽ, നിങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ, കയ്യടികൾ വേണമെങ്കിൽ നിങ്ങൾ തെറ്റായ വഴിയിലാണെന്ന് ഫെലിക്സ് പറയുന്നു. യഥാർത്ഥ സമ്പന്നൻ ആദ്യം ഒറ്റയ്ക്കായിരിക്കും. അയാളെ ആളുകൾ കളിയാക്കും, അയാളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യും. എന്നാൽ ആ വ്യക്തി തന്നെ പിന്നീടൊരു മാതൃകയായി മാറും. പണം ഒരു മോശം കാര്യമല്ലെന്നും ഈ പുസ്തകം നിങ്ങളെ മനസ്സിലാക്കിത്തരുന്നു. ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കുന്നത് ഒരു നുണയാണ്. ദാരിദ്ര്യം ദുഃഖം നൽകുന്നു, പരിധികൾ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ ദുർബലനാക്കുന്നു. പണം സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് ഫെലിക്സ് പറയുന്നു. പണം ചോയ്സുകൾ നൽകുന്നു. നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാനുള്ള ശക്തി പണം നിങ്ങൾക്ക് നൽകുന്നു. അതുകൊണ്ടാണ് പണം സമ്പാദിക്കുന്നത് തെറ്റല്ലാത്തത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി രചയിതാവ് നിങ്ങളോട് പറയും, ശരിയായ ബിസിനസ് എങ്ങനെ തിരഞ്ഞെടുക്കാം, തെറ്റായ പങ്കാളി നിങ്ങളുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കും, സമ്പന്നനായതിനു ശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്. വളരെ അപകടകരമായ ഒരു സത്യമാണ് ഫെലിക്സ് ഡെന്നീസ് ഇനി പറയുന്നത്. മിക്ക ആളുകളും അധ്വാനിക്കാൻ തെറ്റായ ഇടമാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആളുകൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ വളരാൻ സാധ്യതയില്ലാത്ത അധ്വാനം, നേരിട്ട് പണമായി മാറുന്ന കാര്യങ്ങൾക്കാണ് അവർ അധ്വാനിക്കുന്നത്. നിങ്ങളുടെ വരുമാനം നേരിട്ട് നിങ്ങളുടെ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല എന്ന് രചയിതാവ് വിശദീകരിക്കുന്നു. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് പരിമിതമായ മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. അത് നിങ്ങളുടെ വരുമാനത്തിന്റെ പരിധിയായി മാറുന്നു.
ഇവിടെ നിന്നാണ് പുസ്തകം ബിസിനസ് ചിന്തകൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. സമ്പന്നനാകാൻ നിങ്ങളില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന, നിങ്ങൾ ഉറങ്ങുമ്പോഴും പണമുണ്ടാക്കുന്ന, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഫെലിക്സ് പറയുന്നു. ബിസിനസ് എന്നാൽ ഒരു കട തുറക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ബിസിനസ് എന്നാൽ മൂല്യം ഉണ്ടാക്കുക എന്നതാണ്. ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങാൻ ആഗ്രഹിക്കുന്ന മൂല്യം. ആഴത്തിലുള്ള ഒരു പാഠം ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് പണം നൽകും. എന്നാൽ നിങ്ങളുടെ അധ്വാനം മാത്രമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു തൊഴിലാളിയായി തുടരും. താൻ പബ്ലിഷിംഗ് ബിസിനസ് തിരഞ്ഞെടുക്കാൻ കാരണം അതിൽ ഒരിക്കലുണ്ടാക്കിയ സാധനം വീണ്ടും വീണ്ടും വിൽക്കാൻ കഴിയും എന്നതുകൊണ്ടാണെന്ന് ഫെലിക്സ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഒരു മാസികയ്ക്ക് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ കഴിയും. അതായിരുന്നു യഥാർത്ഥ ശക്തി. എല്ലാ ബിസിനസ്സും നിങ്ങൾക്കുള്ളതല്ല എന്നും രചയിതാവ് ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ബിസിനസ് വേണം തെരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ കഴിയുന്നതും മറ്റുള്ളവരെക്കാൾ നന്നായി ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ. പണം അതിനു പുറകെ ഓടുന്നവരുടെ അടുത്തേക്ക് പോകില്ലെന്ന് ഫെലിക്സ് പറയുന്നു. മറിച്ച് ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകി തന്റെ ജോലി മികച്ചതാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്കാണ് പണം പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും പുസ്തകം നൽകുന്നു. തെറ്റായ പങ്കാളി നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചേക്കാം. പാർട്ട്ണർഷിപ്പ് വിവാഹത്തേക്കാൾ അപകടകരമാണെന്ന് രചയിതാവ് പറയുന്നു. നിങ്ങളെപ്പോലെ തന്നെ വേദന സഹിക്കാനും റിസ്ക് എടുക്കാനും തയ്യാറുള്ള അതേ ചിന്താഗതിയുള്ള ഒരാളെ മാത്രമേ പങ്കാളിയാക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ പങ്കാളി പണത്തിന്റെ സ്വപ്നങ്ങൾ മാത്രം കാണുകയും എന്നാൽ ജോലി ചെയ്യാൻ ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവരായിരിക്കും നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്. ഫെലിക്സ് തന്റെ ജീവിതത്തിലെ തെറ്റുകൾ മറച്ചുവെക്കുന്നില്ല. തെറ്റായ ആളുകളെ വിശ്വസിച്ച് തനിക്ക് എങ്ങനെ പണവും സമയവും മാനസിക സമാധാനവും നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുന്നു. ധനികനാകാനുള്ള വഴി നേരായ ഒന്നല്ലെന്നും ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ വഴിയിൽ തെറ്റായ തീരുമാനങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. പലപ്പോഴും നിങ്ങൾ നിങ്ങളെത്തന്നെ സംശയിക്കും. എന്നാൽ ഈ നിമിഷങ്ങളിലും ഉറച്ചു നിൽക്കുന്നവനാണ് ഭാവിയിൽ വിജയിക്കുന്നത് എന്ന് രചയിതാവ് പറയുന്നു. പരാജയത്തോടുള്ള ഭയമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് ഫെലിക്സ് പറയുന്നു. പരാജയത്തെ ഭയപ്പെടുന്നവർ ജീവിതകാലം മുഴുവൻ സുരക്ഷിതവും എന്നാൽ ചെറുതുമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്നു. സമ്പന്നർ വ്യത്യസ്തമായി ചിന്തിക്കുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു. അവർ പണത്തെ വെറുമൊരു ചിലവായി കാണുന്നില്ല. ഈ തീരുമാനം എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? ഈ തീരുമാനം എന്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുമോ അതോ കുറയ്ക്കുമോ? ഇതാണ് ഓരോ തീരുമാനത്തിലും അവർ നോക്കുന്നത്. പ്രകടനത്തിനു വേണ്ടി ചിലവാക്കുന്നത് മണ്ടത്തരമാണെന്ന് ഫെലിക്സ് വ്യക്തമാക്കുന്നു. വിലകൂടിയ സാധനങ്ങൾ, സ്റ്റാറ്റസ് കാണിക്കൽ, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ശ്രമം, ഇതെല്ലാം നിങ്ങളെ ഉള്ളിൽ നിന്ന് ദരിദ്രരാക്കി നിലനിർത്തുന്നു. യഥാർത്ഥ സമ്പന്നർ തുടക്കത്തിൽ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. അവർ പണം ലാഭിക്കുന്നു, പണം നിക്ഷേപിക്കുന്നു, പണം വളർത്തുന്നു. പുസ്തകത്തിന്റെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പണം വന്നതിനുശേഷം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് രചയിതാവ് ഇവിടെ പറയുന്നു. പണം വരുമ്പോൾ മനുഷ്യന്റെ അഹങ്കാരം വർദ്ധിക്കുന്നുവെന്നും അതുതന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ശത്രുവാകുന്നതെന്നും ഫെലിക്സ് പറയുന്നു. അഹങ്കാരം നിങ്ങളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. താൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും ആ ചിന്ത നിങ്ങളെ താഴെയിറക്കുകയും ചെയ്യുന്നു. താൻ പരാജയപ്പെടാത്തവനാണെന്ന് സ്വയം വിശ്വസിച്ചതുകൊണ്ട് മാത്രം പല സമ്പന്നരും തകർന്നു വീഴുന്നത് തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്ന് രചയിതാവ് പറയുന്നു. സമ്പത്ത് ഒരു ലക്ഷ്യസ്ഥാനമല്ല എന്ന് ഈ പുസ്തകം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സമ്പത്ത് ഒരു ഉത്തരവാദിത്തമാണ്. പണം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ പണം നിങ്ങളെ കൈകാര്യം ചെയ്യും. ഭൂരിഭാഗം ആളുകളും ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഫെലിക്സ് ഡെന്നിസ് ഇനി വരുന്നത്. ആളുകൾ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നു. എല്ലാം വ്യക്തമാകുമ്പോൾ തുടങ്ങാമെന്ന് അവർ ചിന്തിക്കുന്നു. റിസ്ക് കുറയുമ്പോൾ തീരുമാനമെടുക്കാം എന്ന് കരുതുന്നു. എന്നാൽ അങ്ങനെയൊരു സമയം ഒരിക്കലും വരില്ലെന്ന് രചയിതാവ് പറയുന്നു. ശരിയായ അവസരം എന്നൊന്നില്ല എന്ന് ഫെലിക്സ് വ്യക്തമാക്കുന്നു. നിങ്ങൾ നിൽക്കുന്നിടം, നിങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ, അതാണ് അവസരം. അപൂർണമായ വിവരങ്ങൾ വെച്ച് തീരുമാനമെടുക്കുന്നവനാണ് സമ്പന്നനാകുന്നത്. റിസ്ക് എടുക്കാൻ ഭയക്കുന്നവൻ ഒരിക്കലും വലിയവനാകില്ല എന്ന് പുസ്തകത്തിൽ പറയുന്നു. റിസ്ക് എടുക്കുക എന്നാൽ മണ്ടത്തരം കാണിക്കുക എന്നല്ല. ഭയത്തോടെയാണെങ്കിലും ചിന്തിച്ച് മുന്നോട്ടു പോകുന്നതാണത്. ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കും. ആ ജാഗ്രതയാണ് നിങ്ങളെ നിലനിർത്തുന്നത്. പരാജയപ്പെടാൻ മുഴുവൻ സാധ്യതയുമുള്ള പല കാര്യങ്ങളും താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഫെലിക്സ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. എന്നാൽ വീണാൽ പാഠം പഠിച്ച് വീണ്ടും എഴുന്നേൽക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഈ ചിന്തയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എല്ലാ റിസ്കുകളും എടുക്കേണ്ട ആവശ്യമില്ലെന്നും ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ഏത് റിസ്ക്കാണ് നിങ്ങളുടെ ഭാവിയെ ശക്തമാക്കുക, ഏതാണ് നിങ്ങളുടെ ഈഗോയെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്ന് തിരിച്ചറിയുന്നതിലാണ് ബുദ്ധി. സമ്പന്നൻ ഈഗോയ്ക്ക് വേണ്ടിയല്ല കളിക്കുന്നത്, അവൻ നിയന്ത്രണത്തിനാണ് കളിക്കുന്നത്. എല്ലാ അവസരങ്ങളിലേക്കും എടുത്തുചാടുന്നതുകൊണ്ടാണ് പലരും തകർന്നു പോകുന്നതെന്ന് രചയിതാവ് പറയുന്നു. അത് അവരുടെ ലക്ഷ്യവുമായി ബന്ധമുള്ളതാണോ എന്ന് ചിന്തിക്കാതെ എല്ലാ പുതിയ കാര്യങ്ങളിലും അവർ പണം നിക്ഷേപിക്കുന്നു. ഫോക്കസാണ് സമ്പന്നതയുടെ ഏറ്റവും വലിയ ആയുധമെന്ന് ഫെലിക്സ് പറയുന്നു.
വർഷങ്ങളോളം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. സമയത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമയം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വിഭവമാണെന്ന് രചയിതാവ് പറയുന്നു. പണം വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സമയം ഒരിക്കലും തിരിച്ചുവരില്ല. തെറ്റായ ആളുകൾക്കും തെറ്റായ പ്രവൃത്തികൾക്കും വിലയില്ലാത്ത കാര്യങ്ങൾക്കും വേണ്ടി സമയം കളയുന്നവൻ സ്വന്തം സമ്പന്നതയെ സ്വയം ഇല്ലാതാക്കുന്നു. സമ്പന്നർ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാറില്ലെന്നും ഫെലിക്സ് പറയുന്നു. അവർ ശരിയായ ആളുകളെ കണ്ടെത്തുന്നു, അവരെ ശരിയായ സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. എല്ലാം സ്വയം ചെയ്യുന്നത് ധീരതയല്ല എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. പലപ്പോഴും എല്ലാം സ്വയം ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു. ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പഠിക്കുന്നവന് മാത്രമേ വലിയ കളി കളിക്കാൻ കഴിയൂ. ശരിയായ ആളുകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നുവെന്നും താൻ പിന്നിൽ നിന്ന് എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെന്നും രചയിതാവ് തന്റെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ നൽകുന്നു. ആ സിസ്റ്റം പിന്നീട് ഒരു യന്ത്രം പോലെ പണമുണ്ടാക്കാൻ തുടങ്ങി. സമ്പന്നനാകുക എന്നത് വിശ്രമമുള്ള ജീവിതമല്ലെന്നും ഈ ഭാഗം നിങ്ങളെ മനസ്സിലാക്കിത്തരുന്നു. തുടക്കത്തിൽ ഇത് കൂടുതൽ കഠിനമാകും. ജോലി വർദ്ധിക്കുന്നു, സമ്മർദ്ദം വർദ്ധിക്കുന്നു, അതുപോലെ ഏകാന്തതയും വർദ്ധിക്കുന്നു. നിങ്ങൾ ഏകാന്തതയെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മുതലാളിയാകാൻ തയ്യാറല്ല എന്ന് ഫെലിക്സ് പറയുന്നു. കാരണം തീരുമാനങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കെടുക്കണം, ഫലങ്ങളും ഒറ്റയ്ക്ക് അനുഭവിക്കണം. പുസ്തകത്തിന്റെ ഈ ഭാഗം മാനസിക കരുത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. പണമുണ്ടാക്കുന്നത് തലച്ചോറുകൊണ്ടാണ്, കൈകൾ കൊണ്ടല്ല എന്ന് രചയിതാവ് പറയുന്നു. നിങ്ങളുടെ മനസ്സ് ദുർബലമാണെങ്കിൽ പണം നിങ്ങളുടെ അടുത്ത് നിൽക്കില്ല. വിമർശനങ്ങളും കളിയാക്കലുകളും പരാജയങ്ങളുമെല്ലാം ഈ വഴിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇവ സഹിക്കാൻ കഴിയാത്തവർ പാതി വഴിയിൽ തകർന്നുപോകും. നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളെ നോക്കി ചിരിക്കുന്നവരാണ് മിക്കപ്പോഴും നിങ്ങളുടെ വിജയത്തിൽ നിശബ്ദരാകുന്നതെന്ന് ഫെലിക്സ് പറയുന്നു. അതിനാൽ ആളുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വഴികാട്ടിയാകാൻ അനുവദിക്കരുത്. സമ്പന്നനാകാനുള്ള വഴി ആൾക്കൂട്ടത്തിലൂടെ പോകുന്ന ഒന്നല്ല എന്ന് ഈ പുസ്തകം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ വഴി ഒറ്റയ്ക്ക് നടക്കാൻ പഠിപ്പിക്കുന്നു. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും പഠിപ്പിക്കുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് ഫെലിക്സ് ഡെന്നീസ് ഇനി വരുന്നത്. ആ സത്യം ഇതാണ്: പണം സമ്പാദിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അത് നിലനിർത്തുക എന്നത് അതിലും ബുദ്ധിമുട്ടാണ്. മിക്ക ആളുകൾക്കും പണം സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് സമ്പന്നരാകാൻ കഴിയാത്തത്. എന്നാൽ പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അതിലേറെ ആളുകൾ തകർന്നുപോകുന്നത്. പണം വരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ പെരുമാറ്റം മാറാൻ തുടങ്ങുമെന്ന് പുസ്തകം പറയുന്നു. ആളുകളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു, ചെലവാക്കുന്ന ശീലം മാറുന്നു, തലച്ചോറ് പതുക്കെ വിശ്രമം തേടാൻ തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് യഥാർത്ഥ അപകടം തുടങ്ങുന്നത്. പണം വന്നതിനു ശേഷമുള്ള ആദ്യത്തെ ശത്രുമടിയാണെന്ന് ഫെലിക്സ് പറയുന്നു. ഇനി എല്ലാമായി, ഇനി കഠിനാധ്വാനത്തിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ ഈ ചിന്ത നിങ്ങളുടെ അധ്വാനത്തിന്റെ അടിത്തറയെ ദുർബലമാക്കുന്നു. സമ്പന്നനായി തുടരുക എന്നത് ഒരു ദിനംപ്രതിയുള്ള ജോലിയാണെന്ന് രചയിതാവ് പറയുന്നു. ഇതൊരിക്കലും ഒറ്റത്തവണ നേടാവുന്ന ലക്ഷ്യമല്ല. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെത്തന്നെ തെളിയിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും സ്വന്തം തീരുമാനങ്ങൾ നിരീക്ഷിക്കണം, സ്വന്തം അഹങ്കാരത്തെ നിയന്ത്രിക്കണം. നിങ്ങളെത്തന്നെ ഏറ്റവും മിടുക്കനായി കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ വീഴാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ആരോടും ക്ഷമിക്കില്ല. അനുഭവത്തോടോ പേരിനോടോ സമ്പത്തിനോടോ. താൻ പലപ്പോഴും തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഫെലിക്സ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. എന്നാൽ ഇനിയും പഠിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ശീലമാണ് അദ്ദേഹത്തെ മറ്റ് സമ്പന്നരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പണം ബന്ധങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം നടത്തുന്നു എന്നും ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേർ നിങ്ങളുടെ ചുറ്റും കൂടും, എന്നാൽ അവരിൽ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ശരിക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ. സമ്പന്നനായ വ്യക്തി ഏകാന്തതയെ അംഗീകരിക്കേണ്ടി വരുമെന്ന് ഫെലിക്സ് പറയുന്നു. കാരണം എല്ലാവർക്കും നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഭാരം താങ്ങാൻ എല്ലാവർക്കും കഴിയില്ല. പണം വന്നതിനുശേഷം പ്രകടനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് രചയിതാവ് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം പ്രകടനം നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. വില കൂടിയ സാധനങ്ങൾ വാങ്ങുക, ആളുകളെ ആകർഷിക്കുക, സ്വയം തെളിയിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം സമ്പന്നതയുടെ ലക്ഷണമല്ല, ഭയത്തിന്റെ ലക്ഷണമാണ്. ലളിത ജീവിതം നയിക്കുന്നവനും പണത്തെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും സ്വയം തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്നവനുമാണ് യഥാർത്ഥ സമ്പന്നൻ എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. പണം ഒരു ഉപകരണമാണ്, അത് ലക്ഷ്യമല്ല എന്ന് ഫെലിക്സ് പറയുന്നു. പണത്തെ ഒരു ലക്ഷ്യമാക്കിയാൽ നിങ്ങൾക്കൊരിക്കലും സംതൃപ്തി ലഭിക്കില്ല. അസംതൃപ്തനായ മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങളെടുക്കുന്നു. സമ്പന്നനാകുക എന്നതിനർത്ഥം മറ്റുള്ളവരെക്കാൾ മുകളിലാകുക എന്നല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുക എന്നതാണെന്നും ഈ പുസ്തകം വിശദീകരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ദേഷ്യത്തെ, നിങ്ങളുടെ ഭയത്തെ നിയന്ത്രിക്കുക. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവന് മാത്രമേ പണത്തെയും നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് രചയിതാവ് പറയുന്നു. ബാക്കിയുള്ളവരെല്ലാം ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോകുന്നവരാണ്. നിങ്ങൾ എന്തു ചെയ്യും, ആരോടൊപ്പം ചെയ്യും, എപ്പോൾ ചെയ്യും എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് സമ്പന്നതയുടെ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നതെന്ന് ഫെലിക്സ് പറയുന്നു. ഈ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സമ്പത്ത്. ബാക്കിയെല്ലാം വെറും അക്കങ്ങൾ മാത്രമാണ്.
പുസ്തകത്തിന്റെ ഈ ഭാഗം നിങ്ങളെ യാഥാർത്ഥ്യവുമായി ചേർത്തു നിർത്തുന്നു. നിങ്ങൾ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ അടിത്തറ ശക്തമായിരിക്കണം എന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പുസ്തകത്തിന്റെ അവസാനത്തിനു തൊട്ടുമുമ്പ് ഫെലിക്സ് ഡെന്നീസ് വളരെ ആഴത്തിലുള്ള ഒരു സത്യം തുറന്നുകാട്ടുന്നു. പണം പിന്നിലേക്കും മനുഷ്യൻ മുന്നിലേക്കും വരുന്ന ഭാഗമാണിത്. ഇവിടെ രചയിതാവ് നിങ്ങളെ സമ്പന്നനാകാനുള്ള തന്ത്രങ്ങളല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് സമ്പന്നനാകാനുള്ള വിലയാണ് മനസ്സിലാക്കിത്തരുന്നത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നത് നിങ്ങളുടെ നിഷ്കളങ്കതയാണ് എന്ന് അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കിയിരുന്ന രീതി പതിയെ മാറിമറിയുന്നു. എല്ലാ പുഞ്ചിരിയും സത്യമല്ലെന്നും എല്ലാ ഉപദേശങ്ങളും നിങ്ങളുടെ നന്മയ്ക്കുള്ളതല്ലെന്നും നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും ആളുകൾ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ഫെലിക്സ് പറയുന്നു. ചിലർ നിങ്ങളുടെ പണത്തിനു വേണ്ടി, ചിലർ നിങ്ങളുടെ പേരിനു വേണ്ടി, മറ്റു ചിലർ നിങ്ങളുടെ സ്വാധീനത്തിനു വേണ്ടി. ആളുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പണം നിങ്ങളെ ദുർബലനാക്കും. സമ്പന്നനായ വ്യക്തി സംശയിക്കാൻ പഠിക്കണം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ അയാൾ ഒരു കൈപ്പേറിയ വ്യക്തിയാകുന്ന അത്രയും പാടില്ല. അതുപോലെ വിശ്വസിക്കാനും പഠിക്കണം. എന്നാൽ അയാൾ ഒരു മണ്ടനാകുന്ന അത്രയും പാടില്ല. ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് രചയിതാവ് പറയുന്നു. കാരണം വിശ്വാസം തകർന്നാൽ ഹൃദയം കഠിനമാകും. അങ്ങനെ വന്നാൽ മനുഷ്യൻ ഒറ്റപ്പെടും. താൻ പലപ്പോഴും മനഃപൂർവ്വം നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് ഫെലിക്സ് തന്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നു. സ്വയം ഒരു മനുഷ്യനായി നിലനിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. കാരണം എല്ലാ പോരാട്ടങ്ങളും വിജയിക്കുന്നത് മനുഷ്യനെ ശക്തനാക്കില്ല. ചിലപ്പോൾ ഒഴിവാക്കി വിടുന്നതാണ് കൂടുതൽ ബുദ്ധി. ധനികനായതിനുശേഷം സമയത്തിന്റെ വില മാറുമെന്നും ഈ പുസ്തകം പറയുന്നു. അപ്പോൾ 1 മണിക്കൂർ എന്നത് വെറും 1 മണിക്കൂർ അല്ലാതാകും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. അതിനാൽ സമ്പന്നർ വളരെ സൂക്ഷിച്ചാണ് സമയം ചിലവഴിക്കുന്നത്. നിങ്ങളുടെ സമയം എല്ലാവർക്കുമായി നൽകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് ചിതറിപ്പോകുമെന്നും പിന്നെ പണത്തിനു പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലെന്നും രചയിതാവ് പറയുന്നു. പരിധികൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു. ആളുകളുമായും ജോലിയുമായും നിങ്ങളോട് തന്നെയും പരിധികളില്ലാതെയുള്ള സ്വാതന്ത്ര്യം പോലും ഒരു ഭാരമായി മാറുന്നു. ധാരാളം പണം നൽകാൻ കഴിയുന്ന പല കാര്യങ്ങളും താൻ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഫെലിക്സ് പറയുന്നു. കാരണം അവ തന്റെ സമാധാനം കെടുത്തുമായിരുന്നു. ഈ തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ ഉള്ളിൽ നിന്ന് ശക്തനാക്കിയത്. എല്ലാ വിജയങ്ങളും മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല എന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ചില വിജയങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അവ മറച്ചുവെക്കുന്നതാണ് കൂടുതൽ നല്ലത്. എല്ലാ കാര്യങ്ങളും ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒന്നുകിൽ വളരെ അരക്ഷിതാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും ശൂന്യനായിരിക്കും എന്ന് രചയിതാവ് പറയുന്നു. യഥാർത്ഥ സമ്പന്നൻ നിശബ്ദനായിരിക്കും. അവൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷിക്കുന്നു, കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ വിജയിക്കുന്തോറും നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ പിടികൂടാൻ ശ്രമിക്കുമെന്ന് ഫെലിക്സ് പറയുന്നു. പഴയ ശീലങ്ങൾ, പഴയ ഭയങ്ങൾ, പഴയ ബന്ധങ്ങൾ, അവയെ മനസ്സിലാക്കി ഒഴിവാക്കിയില്ലെങ്കിൽ അവ നിങ്ങളെ താഴേക്ക് വലിക്കും. ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത്യാവശ്യമാണെന്ന് ഈ പുസ്തകം പറയുന്നു. കാരണം ദേഷ്യം നിങ്ങളെ ഉള്ളിൽ നിന്ന് കാർന്നുതിന്നും ഉള്ളിൽ നിന്ന് ദുർബലനായ ഒരാൾക്ക് പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നാൽ മറക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് രചയിതാവ് പറയുന്നു. ക്ഷമിക്കുക എന്നാൽ സ്വയം ഭാരം കുറയ്ക്കുക എന്നാണ് അർത്ഥം. സമ്പന്നനായതിനുശേഷം നിങ്ങൾ സ്വയം ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണമെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് സ്വയം സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനക്കൂട്ടത്തിനിടയിലും നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കില്ല. മിക്ക ആളുകളും നിശബ്ദതയെ ഭയപ്പെടുന്നുവെന്ന് ഫെലിക്സ് പറയുന്നു. കാരണം നിശബ്ദതയിൽ ചോദ്യങ്ങൾ ഉയരും, ആ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നു. സമ്പന്നനായ ഒരു വ്യക്തി തോൽവി സമ്മതിക്കാൻ തയ്യാറാകണമെന്നും ഈ പുസ്തകം പറയുന്നു. കാരണം എല്ലാ പോരാട്ടങ്ങളും വിജയിക്കേണ്ടതില്ല. നിങ്ങളെ ഒരു മനുഷ്യനായി നിലനിർത്താൻ ചില പോരാട്ടങ്ങൾ നിങ്ങൾ തോൽക്കേണ്ടതുണ്ട്. താൻ പലപ്പോഴും പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് രചയിതാവ് പറയുന്നു. കാരണം മുന്നോട്ടു പോകുന്നതിനുള്ള വില വളരെ കൂടുതലായിരുന്നു. ആ വില നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. യഥാർത്ഥ ശക്തി എപ്പോഴും മുന്നോട്ടു പോകുന്നതിലല്ല എന്ന് ഈ ഭാഗം നിങ്ങളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും അത് നിൽക്കുന്നതിലാണ്. എപ്പോൾ നിൽക്കണം എന്ന് നിങ്ങൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാകുന്നതെന്ന് ഫെലിക്സ് പറയുന്നു. ആ നിയന്ത്രണമാണ് നിങ്ങളെ ദീർഘകാലത്തേക്ക് ശക്തനാക്കി നിലനിർത്തുന്നത്. പണം ഒരു ചോദ്യമല്ലാതാകുന്ന വഴിത്തിരിവിലേക്കാണ് പുസ്തകം ഇപ്പോൾ എത്തുന്നത്. ജീവിതം തന്നെ ചോദ്യമായി മാറുന്നു. അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും ഉയർന്നുവരുന്ന ചോദ്യത്തിലേക്കാണ് ഫെലിക്സ് ഡെന്നീസ് ഇപ്പോൾ വരുന്നത്. പണമല്ല എല്ലാം എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്? സമ്പന്നനായതിനു ശേഷവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നെട്ടോട്ടം? ഇവിടെ വെച്ച് പുസ്തകത്തിന്റെ വീക്ഷണം പൂർണ്ണമായും മാറുകയും കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാകുകയും ചെയ്യുന്നു. പണം വന്നാൽ ജീവിതം തനിയെ ശരിയാകുമെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നതായി രചയിതാവ് പറയുന്നു. ഭയമെല്ലാം മാറും, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. എന്നാൽ പണം പ്രശ്നങ്ങളുടെ രൂപം മാറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നതാണ് സത്യം. അത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നില്ല. താൻ ദരിദ്രനായിരുന്നപ്പോൾ പണത്തെക്കുറിച്ചായിരുന്നു ചിന്തയെന്നും സമ്പന്നനായപ്പോൾ തീരുമാനങ്ങളെക്കുറിച്ചായി ചിന്തയെന്നും ഫെലിക്സ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം തുടങ്ങി. തെറ്റായ ഒരു ചുവടുവെപ്പ് എല്ലാം നശിപ്പിക്കുമോ എന്ന ഭയം. സമ്പന്നനായതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണെന്ന് ഈ പുസ്തകം വ്യക്തമായി പറയുന്നു. പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പതിയെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അകന്നുപോകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകലുകയും നിങ്ങൾ ഉള്ളിൽ ശൂന്യനാകുകയും ചെയ്യും. എല്ലാം ഉണ്ടായിട്ടും മുഖത്ത് സമാധാനമില്ലാത്ത നിരവധി പേരെ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്ന് രചയിതാവ് പറയുന്നു. അവരുടെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു, അവരുടെ ഹൃദയത്തിൽ സമാധാനവുമില്ലായിരുന്നു. പണം നിങ്ങൾക്ക് ചോയ്സുകൾ നൽകുന്നു, എന്നാൽ ആ ചോയ്സുകളുടെ ഭാരവും നൽകുന്നുവെന്ന് ഫെലിക്സ് പറയുന്നു. അപ്പോൾ ഓരോ തീരുമാനവും നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ അപ്പോൾ അവസരമുണ്ടാകില്ല. സമ്പന്നനായ വ്യക്തി തനിക്കായി സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും ഈ പുസ്തകം പറയുന്നു. കാരണം പുറത്തുനിന്ന് പരിധികൾ ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ ഉള്ളിൽ നിന്ന് ചിതറാൻ തുടങ്ങും. സമ്പന്നനായി തുടരാൻ അച്ചടക്കം ഏറ്റവും പ്രധാനമാണെന്ന് രചയിതാവ് പറയുന്നു. സമയത്തിന്റെ അച്ചടക്കം, ചിലവിന്റെ അച്ചടക്കം, ചിന്തയുടെ അച്ചടക്കം. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പണം നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാറാൻ തുടങ്ങും. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സമ്പന്നനെന്ന് ഫെലിക്സ് പറയുന്നു. കാരണം എല്ലാ അവസരങ്ങളും പിടിച്ചെടുക്കുന്നത് ബുദ്ധിയല്ല, പലപ്പോഴും വേണ്ട എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തീരുമാനം. സമ്പന്നരായ വ്യക്തികൾ എല്ലാവരെയും സഹായിക്കാൻ പാടില്ലെന്നും ഈ പുസ്തകം പറയുന്നു. കാരണം എല്ലാ സഹായവും ശരിയല്ല. ചില സഹായങ്ങൾ ആളുകളെ ദുർബലരാക്കുകയും ചില ബന്ധങ്ങളെ വിഷമയമാക്കുകയും ചെയ്യുന്നു. ദയയും ബലഹീനതയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് രചയിതാവ് പറയുന്നു. സമ്പന്നൻ ദയയുള്ളവനായിരിക്കണം, എന്നാൽ മണ്ടനാകരുത്. പണം നൽകുന്നത് ഒരാളുടെ ജീവിതം മാറ്റില്ലെന്നും അത് അയാളുടെ ശീലങ്ങളെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂവെന്നും അറിയാമായിരുന്നതുകൊണ്ട് മാത്രം താൻ പലപ്പോഴും പണം നൽകിയിട്ടില്ല എന്ന് ഫെലിക്സ് പറയുന്നു. പണം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പുറത്തുകൊണ്ടുവരുന്നുവെന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഉള്ളിൽ അത്യാഗ്രഹിയാണെങ്കിൽ പണം നിങ്ങളെ കൂടുതൽ അത്യാഗ്രഹിയാക്കും. നിങ്ങൾ ഉള്ളിൽ ഭീരുവാണെങ്കിൽ പണം നിങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലാക്കും. അതുകൊണ്ടാണ് സമ്പന്നനാകുന്നതിനു മുമ്പ് സ്വയം അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് രചയിതാവ് പറയുന്നത്. സ്വന്തം ബലഹീനതകൾ മനസ്സിലാക്കേണ്ടതും സ്വന്തം പരിമിതികൾ അംഗീകരിക്കേണ്ടതും പ്രധാനമാണ്. തന്നോട് തന്നെ കള്ളം പറയുന്നവന് പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഫെലിക്സ് പറയുന്നു. കാരണം പണം സത്യം ആവശ്യപ്പെടുന്നു. ഓരോ തീരുമാനത്തിലും, ഓരോ ബന്ധത്തിലും, ഓരോ ചിലവിലും. സമ്പന്നരായ വ്യക്തികൾ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കണം എന്നും ഈ പുസ്തകം പറയുന്നു. കാരണം മോശം ആരോഗ്യത്തെ ഭേദമാക്കാൻ പണത്തിന് കഴിയില്ല. ശരീരം തളർന്നാൽ സമ്പത്തുകൊണ്ടും കാര്യമില്ല. തന്റെ ജീവിതത്തിൽ താൻ ആ തെറ്റ് ചെയ്തുവെന്ന് രചയിതാവ് പറയുന്നു. അദ്ദേഹം ജോലിയെല്ലാമാക്കുകയും ആരോഗ്യത്തെ അവഗണിക്കുകയും ചെയ്തു. അതിന്റെ ഫലം അദ്ദേഹത്തിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നു. സമ്പന്നനാകാനുള്ള ഓട്ടത്തിൽ നിങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ ഭാഗം നിങ്ങളെ പഠിപ്പിക്കുന്നു. കാരണം അവസാനം നിങ്ങൾ അവശേഷിച്ചില്ലെങ്കിൽ സമ്പാദ്യമെല്ലാം വെറുതെയാകും. ജീവിതം വെറും ജോലിയും പണവും മാത്രമല്ല എന്ന് ഫെലിക്സ് പറയുന്നു. ജീവിതം എന്നത് അനുഭവങ്ങളുടെ പേരാണ്, ബന്ധങ്ങളുടെ പേരാണ്, സ്വയം മനസ്സിലാക്കുന്നതിന്റെ പേരാണ്. നിങ്ങളുടെ തീരുമാനങ്ങളോടൊപ്പം നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ വിജയം എന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ ആരെയും വഞ്ചിക്കാത്ത, നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ കണ്ണുകൾ മാറ്റേണ്ടാത്ത അവസ്ഥ. പലരും സമ്പന്നരാകുന്നു, എന്നാൽ അവരുടെ തത്വങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും അതാണ് ഏറ്റവും വലിയ വിലയെന്നും രചയിതാവ് പറയുന്നു. നിങ്ങളുടെ മൂല്യങ്ങളെക്കാൾ വലുതാകരുത് പണം എന്ന് ഫെലിക്സ് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളെ പണം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ തോൽക്കുകയാണെന്ന് മനസ്സിലാക്കുക. എപ്പോൾ നിർത്തണം എന്നുകൂടി ഈ പുസ്തകം പഠിപ്പിക്കുന്നു. എപ്പോൾ മുന്നോട്ടു പോകണം എന്നറിയുന്നത് പോലെ തന്നെ ഇതും അത്യാവശ്യമാണ്. എല്ലാ കളിയും എപ്പോഴും കളിക്കാനുള്ളതല്ല. ശരിയായ സമയത്ത് മാറി നിൽക്കുന്നവനാണ് ബുദ്ധിമാൻ. താൻ സ്വന്തമായി ആ തീരുമാനമെടുത്തു എന്ന് രചയിതാവ് പറയുന്നു. ഇനി ഓടേണ്ടതില്ല എന്ന് തോന്നിയപ്പോൾ ഇനിയുള്ളത് നിലനിർത്തുന്നതാണ് കൂടുതൽ പ്രാധാന്യം. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള ചിന്തയാണിത്. കാരണം ഭൂരിഭാഗം പേരും ഒരിക്കലും സംതൃപ്തരാകില്ല. ആ അസംതൃപ്തി അവരെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നു. സംതൃപ്തി എന്നത് മടിയല്ല എന്ന് ഫെലിക്സ് പറയുന്നു. സംതൃപ്തി എന്നത് ബുദ്ധിയാണ്. എത്രത്തോളം മതി എന്ന് തിരിച്ചറിയുന്നത്. സമ്പന്നനായതിനുശേഷം അടുത്ത തലമുറയുടെ ഉത്തരവാദിത്തം തുടങ്ങുമെന്നും ഈ പുസ്തകം പറയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് പണം മാത്രം നൽകിപ്പോയാൽ നിങ്ങൾ അവരെ ദുർബലരാക്കി മാറ്റുകയാണ്. കുട്ടികളെ കഷ്ടപ്പാടുകളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കുന്നത് അവരെ ജീവിതത്തിന് അയോഗ്യരാക്കുമെന്ന് രചയിതാവ് പറയുന്നു. യഥാർത്ഥ പൈതൃകം പണമല്ല, ചിന്താഗതിയാണ്, അച്ചടക്കമാണ്, ശരിയായ മൂല്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അധികനാൾ നിൽക്കില്ല എന്ന് ഫെലിക്സ് പറയുന്നു. പുസ്തകം അവസാനത്തോടടുക്കുമ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറയുന്നു. സമ്പന്നനാകുക എന്നതിനർത്ഥം ജീവിതം വിജയിക്കുക എന്നല്ല, ജീവിതം മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ പണം സമ്പാദിക്കുകയും എന്നാൽ സ്വയം അറിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങളൊന്നും നേടിയിട്ടില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും എന്നാൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്താൽ ആ കച്ചവടം തെറ്റായിരുന്നു. പണം നിങ്ങളുടെ സേവകനും നിങ്ങൾ അതിന്റെ യജമാനനുമായിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം എന്ന് ഫെലിക്സ് പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് അത് നിങ്ങൾക്കിഷ്ടമായതുകൊണ്ടായിരിക്കണം, അല്ലാതെ ചെയ്യാൻ നിർബന്ധിതരായതുകൊണ്ടായിരിക്കരുത്. ഈ പുസ്തകം ഇവിടെ ഒരു വൃത്തം പൂർത്തിയാക്കുന്നു.
തുടക്കത്തിൽ അത് നിങ്ങളെ ഞെട്ടിച്ചു, പിന്നീട് അത് നിങ്ങളെ പഠിപ്പിച്ചു, അവസാനം അത് നിങ്ങളെ നിർത്തി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇനി ചോദ്യം നിങ്ങൾ ധനികനാകുമോ ഇല്ലയോ എന്നതല്ല, നിങ്ങൾ ഏതു തരത്തിലുള്ള ധനികനാകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ വെറുതെ പണത്തിനു പിന്നാലെ ഓടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അറിവും സന്തുലിതാവസ്ഥയും വേണമെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു. ഈ യാത്ര മുഴുവൻ എളുപ്പമുള്ളതല്ല, ഇത് ഒറ്റയ്ക്കുള്ളതും പലപ്പോഴും വേദനിപ്പിക്കുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ഈ വഴിയിൽ ഉറച്ചുനിന്നാൽ അവസാനം നിങ്ങൾക്ക് പണം മാത്രമല്ല ലഭിക്കുക, നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കും. ഇതാണ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ സന്ദേശം, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തിയും. ഈ വീഡിയോ നിങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇതൊരു കഥ മാത്രമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക, ഇതൊരു കണ്ണാടിയായിരുന്നു. ഇത്തരം ആഴത്തിലുള്ളതും സത്യസന്ധവുമായ പുസ്തകങ്ങളുടെ മുഴുവൻ സീരീസിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സത്യമെന്ന് തോന്നിയ കാര്യം ഏതാണെന്ന് കമന്റ് ചെയ്യുക.